ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് അനൂപ് കെഎം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈ ആസ്ട്രോണറ്റ്സ് ഗെറ്റ്സ് ടോളർ ഇൻ സ്പേസ്. എന്തുകൊണ്ടാണ് ബഹിരാകാശ യാത്രക്കിടെ തങ്ങളുടെ ഉയരം കൂടുന്നതായിട്ട് അനുഭവപ്പെടുന്നത് എന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യമേ തന്നെ പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങൾ പൊക്കം കുറഞ്ഞവരാണെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. വൈകാതെ തന്നെ ഒരു സ്പേസ് ജേണി ഒക്കെ സംഘടിപ്പിക്കുക, നിങ്ങൾക്കൊരു ആത്മവിശ്വാസം കൂടുതൽ കിട്ടും. ഓക്കെ, നമ്മൾ സമയം കളയുന്നില്ല, നമ്മൾ നേരെ വീഡിയോയിലേക്ക് കിടക്കുന്നു. ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് നോഷികെ കനായ് എന്നുള്ള ഒരു ജപ്പാനീസ് ആസ്ട്രോണറ്റ്, അഥവാ അദ്ദേഹം ഒരു ഡോക്ടർ കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നീളം എന്ന് പറയുന്നത് 5 അടി 11 ഇഞ്ചസ് ആയിരുന്നു. ഇദ്ദേഹം ഏതാനും വർഷങ്ങൾക്ക് മുൻപേ തന്റെ ട്വിറ്ററിൽ ഇപ്രകാരം കുറിച്ചു: എന്റെ ബഹിരാകാശ യാത്രയ്ക്ക് ശേഷം എന്റെ നീളം 3.5 ഇഞ്ചസ് അഥവാ 9 സെന്റിമീറ്റർ കൂടുന്നതായി കണ്ടെത്തി എന്ന് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചിട്ടു. അപ്പൊ ശാസ്ത്രലോകം ഇത് ശരിയാണോ എന്ന് പരിശോധിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒപ്പമുണ്ടായിരുന്ന ISS എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്നാണ്. അപ്പൊ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന ശാസ്ത്രജ്ഞന്മാർ ഇതിനെ ചോദ്യം ചെയ്യുകയും അദ്ദേഹത്തിന്റെ നീളം ഒരു വട്ടം കൂടി അദ്ദേഹത്തിന്റെ നീളം അളക്കുകയും അദ്ദേഹത്തിന്റെ നീളം 2 സെന്റിമീറ്റർ മാത്രമാണ് ഉയർന്നതെന്ന് കണക്കാക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് തെറ്റ് പറ്റിയെന്ന് മനസ്സിലായി. അദ്ദേഹം റീട്വീറ്റ് ചെയ്തു: എന്റെ ഉയരം 2 സെന്റിമീറ്റർ മാത്രമാണ് ഉയർന്നത്, നേരത്തെ പറ്റിയത് ഒരു മിസ്റ്റേക്ക് ആണ്, അല്ലെങ്കിൽ ഒരു തെറ്റാണ് എന്ന് അദ്ദേഹം റീട്വീറ്റ് ചെയ്തു. എന്നിരുന്നാലും ആസ്ട്രോണറ്റ്സിന്റെ നീളം 2 സെന്റിമീറ്റർ തൊട്ട് 5 സെന്റിമീറ്റർ വരെ ഉയരുന്നതായി കണ്ടെത്തി. എപ്പോൾ? അവർ സ്പേസിലായിരിക്കുമ്പോൾ. ഇനിയിപ്പോ ഇതെന്താ, സ്പേസിൽ വല്ല എനർജി ഡ്രിങ്കോ അല്ലെങ്കിൽ ബോൺവിറ്റ പോലെയുള്ള ടോളർ ആകാനുള്ള ഡ്രിങ്ക്സ് വല്ലതും കൊടുക്കുന്നുണ്ടോ? അതാണ് അവര് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും അല്ലെ? അപ്പോ ശാസ്ത്രജ്ഞന്മാർ ഇതിനെപ്പറ്റി വളരെ സൂക്ഷ്മമായി വീക്ഷിച്ചു. അങ്ങനെ നാസയുടെ വേറൊരു ആസ്ട്രോണറ്റ് ആയിട്ടുള്ള സ്കോട്ട് കെല്ലി, അദ്ദേഹത്തിന്റെ 1 ഇയർ നീണ്ടുനിന്ന അദ്ദേഹത്തിന്റെ യാത്രയ്ക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു തന്റെ നീളം 2 ഇഞ്ചസ് കൂടി. ആരേക്കാൾ? തന്റെ ട്വിൻ ബ്രദറിനേക്കാൾ. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് മൊട്ടയടിച്ച 2 മനുഷ്യന്മാരെ കാണാം. അതില് ഒരാളാണ് സ്കോട്ട് കെല്ലി, മറ്റേ ആള് മാർക്ക് കെല്ലി. അപ്പൊ മാർക്ക് കെല്ലിയേക്കാൾ സ്കോട്ട് കെല്ലിയുടെ നീളം 2 ഇഞ്ചസ് കൂടിയതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എന്തുകൊണ്ടാണ് ഇങ്ങനെ നീളം കൂടാൻ കാരണം? എന്തുകൊണ്ടായിരിക്കാം? അപ്പോ യഥാർത്ഥത്തിൽ നീളം വെച്ചത് ആരാണ്? സ്കോട്ട് കെല്ലിയാണ്. അത് ഞാൻ പറഞ്ഞു. നീളം വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്പൈൻ അഥവാ നട്ടെല്ലിനാണ്. അദ്ദേഹത്തിന്റെ നട്ടെല്ല് അല്ലെങ്കിൽ സ്പൈൻ 3% വളർന്നത് കാരണമായിരുന്നു ഈ പ്രതിഭാസം കാണപ്പെട്ടത്. അപ്പോ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ ഒരു സ്പ്രിങ് സങ്കല്പിക്കുക. നിങ്ങൾ ഒരു ബലം കൊടുത്ത് ഈ സ്പ്രിങ്ങിനെ അമർത്തി വെച്ചിരിക്കുകയാണ് എന്ന് സങ്കല്പിക്കുക. മറ്റൊരു കേസിൽ നിങ്ങൾ ആ സ്പ്രിങ്ങിലെ ബലം നിങ്ങൾ റിമൂവ് ചെയ്തു. അപ്പോൾ ഈ സ്പ്രിങ് എന്തായി? യഥാസ്ഥിതിയിലെത്തി, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ വലിച്ചു നീട്ടുകയാണ് എന്ന് വിചാരിക്കുക. ഇത് രണ്ടും നിങ്ങളുടെ സ്പൈൻ ആണ് അല്ലെങ്കിൽ നട്ടെല്ലാണ് എന്നും കൂടെ സങ്കല്പിക്കുക. അപ്പൊ ആദ്യത്തെ കേസിൽ നിങ്ങൾ എർത്തിലായിരുന്നു, രണ്ടാമത്തെ കേസിൽ നിങ്ങൾ സ്പേസിലായിരുന്നു. ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. എർത്തിലായിരിക്കുന്ന കേസിൽ നിങ്ങൾക്കറിയാം, ഒരു വസ്തുവിലേക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ആക്സലറേഷൻ സംഭവിക്കുന്നുണ്ട്. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സലറേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ഒരു ബോഡിയിലേക്ക്, അല്ലെ? അപ്പോൾ ഇത് കാരണമാണ് ഓരോ വസ്തുവും അതിന്റെ യഥാസ്ഥാനത്ത് ഇരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. ഇനി നേരെ മറിച്ച് നിങ്ങൾ സ്പേസിലായിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, അവിടെ വെയ്റ്റ്ലെസ്നെസ് അഥവാ ഭാരമില്ലായ്മ അനുഭവപ്പെടുകയും നിങ്ങളുടെ സ്പൈൻ ഇതേപോലെ നേർരേഖയിൽ, അല്ലെങ്കിൽ ഇതേപോലെ എലോങ്ങേഷൻ സംഭവിച്ചു, അല്ലെങ്കിൽ നീളം കൂടിയതായിട്ട് കാണപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിന് എന്തായിരിക്കും കാരണം? അവിടെ ഓഫ് കോഴ്സ് അവിടെ ആക്സലറേഷൻ കുറവാണ്. ആക്സലറേഷൻ എത്രയാണ് സ്പേസിൽ? ഒരു ബോഡിക്ക് അനുഭവപ്പെടുന്ന ആക്സലറേഷൻ 8.6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ മാത്രമേ ഉള്ളൂ, കമ്പയർഡ് ടു 9 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇൻ എർത്ത്, അല്ലെ? അത്രേ ഉള്ളൂ. അപ്പൊ നട്ടെല്ലിനുള്ള ഈ വളർച്ചയെ പറ്റി 2 തിയറീസ് ആണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. അപ്പോ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരാള് ഡൗൺവേർഡ് ആയിട്ട് ഗ്രാവിറ്റി ആക്ട് ചെയ്യപ്പെടുന്നു. അപ്പൊ അയാളുടെ സ്പൈൻ കുറച്ച് വളഞ്ഞതായിട്ട് അനുഭവപ്പെടുന്നു. മറ്റേ കേസിൽ
അദ്ദേഹം സ്പേസിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്പൈൻ കുറച്ചുകൂടി ഇലോങ്ങേഷൻ സംഭവിച്ച് നീളം കൂടിയതുപോലെ കാണുന്നു. ഒരു 2 സെന്റിമീറ്റർ തൊട്ട് 5 സെന്റിമീറ്റർ വരെ. അപ്പോ നിങ്ങളുടെ ശരീരത്തിലെ മറ്റ് അവയവങ്ങൾ അതായത് പിന്നെ കാലുകൾ, കൈകൾ എന്നിവയ്ക്കൊന്നും ഈ ഒരു മാറ്റം കാണപ്പെടുന്നില്ല. കാരണം കാലിലെയും കൈകളിലെയും എല്ലുകൾ എന്ന് പറയുന്നത് വളരെ കട്ടിയുള്ളതാണ്. ആരെ കമ്പയർ ചെയ്യുമ്പോ ഈ സ്പൈനൽ കോഡിനെ കമ്പയർ ചെയ്യുമ്പോ. നമ്മളെല്ലാം വെർട്ടിബ്രേറ്റ്സ് ആണ് അല്ലേ? അപ്പൊ നമ്മുടെ ഈ സ്പൈനൽ കോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് വെർട്ടിബ്രേ അല്ലെങ്കിൽ സ്പൈനൽ ഡിസ്കുകൾ അടുക്കി അടുക്കി വെച്ചിട്ടാണ്. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം സ്പൈനൽ ഡിസ്കുകൾ അടുക്കി അടുക്കി വെച്ചിട്ടാണ്. അപ്പൊ ഈ സ്പൈനൽ ഡിസ്കിന്റെ ഇടയിലായിട്ട് സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട്. ഓക്കെ. അപ്പോ ഒന്നാമത്തെ കാരണമായിട്ട് പറയുന്നത് ഈ ഈ വളവ് നാച്ചുറൽ ആയിട്ടുള്ള ഈ വളവ് സ്പേസിലെത്തുമ്പോൾ നിവർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാരണം ഈ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ടല്ലോ. ഈ സ്പൈനൽ ഫ്ലൂയിഡ് ഈ സ്പേസിലെത്തുമ്പോൾ കുറെയധികം സ്പൈനൽ ഫ്ലൂയിഡ് ഈ സ്പേസിൽ നിറയപ്പെടുകയും, അതായത് സ്പൈനൽ ഡിസ്കിന്റെ ഇടയിലൊക്കെ ആയിട്ട് നിറയപ്പെടുകയും, നിങ്ങളുടെ ഈ സ്പൈനൽ കോഡ് കുറച്ചും കൂടെ നീളം വെക്കുന്നതായിട്ട് അനുഭവപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ മോർ സ്പേസ്, മോർ എലോങ്ങേഷൻ. അതാണ് തിയറി. രണ്ടാമത്തെ തിയറി. അപ്പൊ നാസയുടെ ശാസ്ത്രജ്ഞന്മാർ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ തീരുമാനിച്ചു. അവരെന്ത് ചെയ്തു? ഉടനെ തന്നെ ഒരു 6 ആസ്ട്രോണട്സിനെ നേരെ സ്പേസിലേക്ക് വിട്ടു. സ്പേസിലേക്ക് വിട്ടിട്ട് അവരോട് ഇതേപോലെ സംഭവമൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇതേപോലെ നിങ്ങളുടെ നീളം കൂടുന്നുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിച്ചു? അവരുടെ സ്പൈനിന്റെ നീളം അല്ലെങ്കിൽ അവരുടെ നീളം 3% കൂടി. അവരുടെ സ്പൈനിന്റെ നീളം കൂടി. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ നീളവും കൂടി. 3% ഗ്രോത്ത് കാണിച്ചു. പക്ഷെ അവര് തിരിച്ച് ഭൂമിയിൽ എത്തിയ ഉടനെ എന്ത് പറ്റി? നോർമൽ ഗ്രാവിറ്റി അവിടെ ഉണ്ടല്ലോ. ആ നോർമൽ ഗ്രാവിറ്റി കാരണം ഇവരുടെ ആ വളവ് വീണ്ടും അവരിൽ പ്രത്യക്ഷപ്പെട്ടു. നേരെ ആയിരുന്ന സ്പൈന് വീണ്ടും വളവ് പ്രത്യക്ഷപ്പെട്ടു. 10 ദിവസത്തിനുള്ളിൽ തന്നെ അവരെല്ലാം പൂർവ്വസ്ഥിതിയിലായി. പൂർണ്ണമായും പഴയതുപോലെ തന്നെ ആയി. ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞു സ്പൈനൽ കോഡിന് ഈ മാറ്റം ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഈ ശാസ്ത്രജ്ഞന്മാരുടെയൊക്കെ ആസ്ട്രോണട്സിന്റെയൊക്കെ കണ്ണിനും ഉണ്ടാവുന്ന വ്യത്യാസം. അവര് ഭൂമിയിലായിരിക്കുമ്പോൾ അവരുടെ കണ്ണ് ഏകദേശം ഒരു ഓവൽ ഷേപ്പിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ ഇവര് നേരെ സ്പേസിലെത്തുമ്പോൾ ഈ ഓവൽ ഷേപ്പ് മാറി ഇതിന് കണ്ണിനൊക്കെ നല്ല എക്സ്പാൻഷൻ ഒക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ സംവിധാനങ്ങളുണ്ട്. അതേപോലെ തന്നെ ഈ ശാസ്ത്രജ്ഞന്മാര് ഈ സ്പേസിലിരുന്ന് എക്സർസൈസ് ഒക്കെ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ശാസ്ത്രം ഒരുപാട് പുരോഗമിച്ചു. അപ്പൊ അതിന്റെയൊക്കെ ഫലമായിട്ട് ഈ മെഡിക്കൽ ഇഷ്യൂസ് ഒക്കെ ഒഴിവാക്കാനായിട്ട് ഇന്നത്തെ കാലത്ത് പറ്റും. അപ്പൊ മെയിൻ ആയിട്ടും ഈ ടോപ്പിക്കിൽ പറഞ്ഞിട്ടുള്ളത് എർത്തിലായിരിക്കുമ്പോൾ ഗ്രാവിറ്റേഷണൽ പുൾ കാരണം ഒരു ആളുടെ സ്പൈനൽ കോഡ് കുറച്ച് അമർന്നിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ അയാളുടെ സ്പൈനൽ കോഡ് കുറച്ച് വളഞ്ഞിരിക്കുന്ന പോലെ കാണുന്നു. അതുകൊണ്ട് അയാൾക്ക് പൊക്കം കുറവായിരിക്കും. ഇതേ ആള് നേരെ സ്പേസിലെത്തുമ്പോൾ അദ്ദേഹത്തിന്റെ സ്പൈനൽ കോഡ്, സ്പൈനൽ ഫ്ലൂയിഡ് കുറെയധികം നിറയുന്നതിനാൽ എന്തുകൊണ്ട് അവിടെ പിന്നെ ഗ്രാവിറ്റേഷണൽ പുള്ള് വളരെ കുറവാണ്. അല്ലേ? അതുകൊണ്ട് ഈ സ്പൈനൽ ഫ്ലൂയിഡ് കൂടുതലായിട്ട് നിറയുന്നത് കാരണം ഈ സ്പൈനൽ ഡിസ്കിനിടയിലുള്ള സ്പേസ് കൂടുന്നു. അപ്പോൾ എലോങ്ങേഷൻ സംഭവിക്കുന്നു. ഈ സ്പൈനൽ കോഡിന് കുറച്ച് എലോങ്ങേഷൻ സംഭവിക്കുന്നു. അത് എത്രയാണ്? 2 സെന്റിമീറ്റർ തൊട്ട് 5 സെന്റിമീറ്റർ വരെ. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടും ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. അതുവരേക്കും ബൈ ബൈ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ചാനലിന്റെ താഴ്വശത്തായിട്ട് അറിയിക്കുക, പ്രോത്സാഹിപ്പിക്കുക. നന്ദി, നമസ്കാരം.